മനുഷ്യൻ ഏറ്റവും ദൂരത്തേക്ക് സഞ്ചരിച്ച റെക്കോർഡ് തിരുത്തിക്കുറിച്ച നാസയുടെ ആർടെമിസ് 2 ദൗത്യം പൂർത്തിയാക്കി ഭൂമിയിലെത്തിയ ശേഷം ആദ്യം താൻ ആവശ്യപ്പെട്ടത് തങ്ങളെ തീരത്തേക്ക് കൊണ്ടുപോകുന്ന കപ്പലിന്റെ ചാപ്ലിനെ കാണാനാണെന്ന് വെളിപ്പെടുത്തി ദൗത്യത്തിന്റെ കമാൻഡർ റീഡ് വൈസ്മാൻ. ആർടെമിസ് സംഘം തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ച വാർത്താ സമ്മേളനത്തിലാണ് സംഘത്തിന്റെ കമാൻഡറായ റീഡ് ഇക്കാര്യം പറഞ്ഞത്. ആത്മീയ കാര്യങ്ങൾക്ക് അത്ര വലിയ പ്രാധാന്യം നൽകുന്ന വ്യക്തിയായിരുന്നില്ല താനെന്നും, എന്നാൽ ബുദ്ധി കൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റാത്ത മേഖലയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയതെന്നും റീഡ് പറഞ്ഞു. ചാപ്ലിൻ കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കോളറിലെ കുരിശു കണ്ട് ഞാൻ കരഞ്ഞു, റീഡ് പങ്കുവച്ചു. ചന്ദ്രന്റെ പിന്നിലായി സൂര്യൻ മറയുന്നതുപോലെയുള്ള ഭൗമിക കാഴ്ചകൾ കണ്ടപ്പോൾ ആ കാഴ്ചകൾ ഉൾക്കൊള്ളുവാൻ മാത്രം മനുഷ്യൻ ഇനിയും പരിണമിച്ചിട്ടില്ല എന്നാണ് തനിക്ക് തോന്നിയതെന്ന് റീഡ് പറഞ്ഞു. റീഡ് വൈസ്മാന്റെ അതേ വികാരമാണ് തനിക്ക് അനുഭവപ്പെട്ടതെന്നും, എന്നാൽ താനൊരു വിശ്വാസിയാണെന്നും ചന്ദ്രന്റെ ഏറ്റവും അടുത്തു നിന്നും യേശുവിന്റെ സ്നേഹത്തിന്റെ കൽപ്പന ലോകത്തെ ഓർമ്മിപ്പിച്ച പൈലറ്റ് വിക്ടർ ഗ്ലോവർ പറഞ്ഞു. ശാസ്ത്രത്തിനും മനുഷ്യബുദ്ധിക്കും അപ്പുറമുള്ള പ്രപഞ്ചത്തിന്റെ നിഗൂഢമായ രഹസ്യങ്ങളിലേക്കാണ് ഇവരുടെ വാക്കുകൾ വിരൽ ചൂണ്ടുന്നത്. ചന്ദ്രനിൽ മനുഷ്യനെ വീണ്ടും എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കൂടുതൽ ബഹിരാകാശ യാത്രകൾക്കായി തയ്യാറെടുക്കുമ്പോൾ ദൈവത്തെ തേടാനും മനുഷ്യരെ കൂടുതൽ കരുതാനും ഇവരുടെ അവിശ്വസനീയമായ യാത്രയുടെ കഥ മനുഷ്യരാശിയെ പ്രചോദിപ്പിക്കട്ടെ. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്.